സുധാകരന് വേണ്ടി ഒരുപാട് മുദ്രാവാക്യം വിളിച്ച നാടാണ് ഇത്. അവിടെ നിന്ന് തന്നെ ഇപ്പോൾ സുധാകരനെതിരായ മുദ്രാവാക്യം വിളിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് VS-ന്റെ വേലിക്കകത്ത് വീട്ടിലാണ്. ഇവിടെ നിന്നാണ് അല്പസമയത്തിനുള്ളിൽ ബഹുജന മാർച്ച് ആരംഭിക്കുന്നത്. സുധാകരന്റെ വീടിന് സമീപത്ത് തന്നെയാണ് ഈ മാർച്ച് അവസാനിക്കുന്നതും രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുന്നതും. നിരവധിയായ പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ തന്നെ പ്രകടനത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. പാർട്ടി ഒരു സുധാകരനുള്ള മറുപടി എന്നുള്ള നിലയിലാണ് പുന്നപ്രയിൽ തന്നെ ഈ പറവൂരിൽ തന്നെ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നിരവധി ആളുകളെ പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ആളുകൾ എത്തി എന്നാണ് അല്പസമയം മുമ്പ് ഏരിയ സെക്രട്ടറിയുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. 4 മണിക്ക് പറഞ്ഞ പരിപാടി ഏതായാലും നിമിഷങ്ങൾക്കകം ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളടക്കം നടത്തിയ പ്രതികരണങ്ങളിലടക്കം സുധാകരൻ പാർട്ടിയെ ചതിച്ചു എന്നുള്ള ഒരു നിലപാടിലാണ് നേതാക്കളുള്ളത്. ആ നിലപാട് തന്നെ തുറന്നു പറയാൻ, അത് ജനങ്ങളോട് ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട്, ഈ പ്രകടനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിരവധിയായ ആളുകളുണ്ട്. ചേട്ടാ, ഈ ഇങ്ങനെ സുധാകരൻ പോകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു? തീർച്ചയായിട്ടും ഈ രക്തസാക്ഷികളുടെ ഈ മണ്ണിൽ അദ്ദേഹം ഇവിടെ ഒന്നുമല്ല. അയാള് വെറും വട്ടപൂജ്യം. സുധാകരനുള്ള മറുപടിയാണ്. അതെ, എന്തായാലും അതേ രീതിയിൽ തന്നെ ഒരേ വികാരത്തോടു കൂടി തന്നെ ചേട്ടാ ഈ സുധാകരന്റെ എതിരായ പരിപാടിയിലേക്ക് വന്നതാണ്. സുധാകരൻ പാർട്ടി വിടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു? പാർട്ടി വിടുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ലായിരുന്നു. പുള്ളിക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് മുദ്രാവാക്യം വിളിച്ചതാണ്. പക്ഷെ പുള്ളി ഞങ്ങളെ ചതിക്കുമായിരുന്നു. അതാ കാര്യം. അത് ഈ സുധാകരൻ സാറിൻ്റെ ആദ്യം ഇവിടെ നിന്ന് ജയത്തോടെയും അല്ലാത്ത ജയത്തോടെയും ഞങ്ങളൊക്കെ ഒരുപാട് പൊരുത്തിയതാണ് പുള്ളിക്ക് വേണ്ടി. പുള്ളിക്ക് അധികാരമോഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും പുള്ളി നിൽക്കുന്നത്. അതേപോലെ VS സഖാവിൽ നിന്ന് അത്രം പോലും MLA സ്ഥാനവും അല്ലെ മന്ത്രി സ്ഥാനവും ഈ സുധാകരൻ സാർ അതിനെക്കാട്ടി കൂടുതൽ നിന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ചതിക്കുമായിരുന്നു, പാർട്ടിയെ ചതിക്കുമായിരുന്നു. പുള്ളിക്ക് അധികാരമോഹമുള്ള കൊണ്ട് തന്നെയാണ് പുള്ളി ഇതിൽ കടിച്ചു പോയി കിടക്കുന്നത്. എന്തായാലും പാർട്ടി അണികളും നേതാക്കളും എല്ലാം പറയുന്നത് ഒരേ കാര്യം: സുധാകരൻ പാർട്ടിയെ ചതിച്ചു, അധികാരമോഹത്തിന് വേണ്ടി മറ്റൊരു കൂടാരത്തിലേക്ക് പോയി. കഴിഞ്ഞ ദിവസം സുധാകരന്റെ ജന്മനാട്ടിൽ നടന്ന പ്രകടനത്തിലടക്കം കേട്ടത് വലതുപക്ഷത്തിന്റെ എച്ചിലെന്നൊക്കെ സുധാകരൻ എന്നുള്ള പേരായിരുന്നു. ഒരു കാലത്ത് സഖാവ് സുധാകരൻ അടക്കം വിളിച്ച ആളുകൾക്ക് തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറയേണ്ട സ്ഥിതി വന്നിരിക്കുന്നു. നിരവധിയായ വനിതാ പ്രവർത്തകരടക്കം എത്തിയിട്ടുണ്ട്. ഒരു വലിയ പ്രതിഷേധമായി തന്നെ മാറുകയാണല്ലേ സുധാകരനെതിരായ? അതെ അതെ അതെ, പ്രതീക്ഷയിലായിരുന്നു, ഇങ്ങനെ പ്രതീക്ഷിച്ചു സുധാകരൻ പാർട്ടി വിടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ വാർത്ത ഞെട്ടലുണ്ടാക്കി. ഭയങ്കര ഞെട്ടുണ്ടായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിടാൻ പാടില്ലായിരുന്നല്ലോ. പാർട്ടിയല്ലേ വലുത്. ഒരു ഇപ്പോൾ UDF-ആയുമൊക്കെ ചേർന്ന് പോകുമെന്ന്, UDF-ഉമായൊക്കെ ചേർന്ന് പോകുമെന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പിൽ ആ പിന്തുണ വാങ്ങുമെന്നൊക്കെ പറയുന്നു. അത് അതിനെ എങ്ങനെ കാണും? അങ്ങനെ നമ്മളൊന്നും അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ അറിയില്ലല്ലോ. കാരണം അത് ഉറപ്പായില്ലല്ലോ. അതൊന്നുമല്ല. എന്തായാലും അമ്പലപ്പുഴയിലെ LDF തന്നെയല്ലേ ഉള്ളൂ. അതിന് മാറ്റമില്ല. എന്തായാലും നേതാക്കൾ പറയുന്നതും അണികൾ പറയുന്നതും പാർട്ടി അനുഭാവികൾ പറയുന്നതുമെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒറ്റ വാക്ക്: സുധാകരൻ പാർട്ടിയെ ചതിച്ചു. അത് ഒരു ക്യാമ്പയിനായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിലും കൂടുതൽ പരിപാടികൾ സുധാകരനെതിരെ നടത്തുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം, അല്പസമയത്തിനകം തന്നെ ഈ പാർട്ടിയുടെ നിലപാട് അറിയിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രകടനം ഏകദേശം വിടുന്ന 1 കിലോമീറ്റർ മാത്രം ദൂരെ മാറിയാണ് ഈ പരിപാടി അവസാനിക്കേണ്ട സ്ഥലമുള്ളത്. അവിടെ എത്തിച്ചേരും. അവിടെ എത്തിയാൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കും. ജില്ലാ സെക്രട്ടറി R. നാസറാണ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടികളിലേക്കായിരിക്കും പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളടക്കം എത്തുന്നത്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനടക്കം പങ്കെടുക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കാനും നിലവിൽ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരാണ്, ചുമട്ടുതൊഴിലാളികളാണ്. ഇവിടെ പാർട്ടിക്ക് വേണ്ടി ഇക്കാലം അത്രയും, സുധാകരന് വേണ്ടി ഇക്കാലം അത്രയും മുദ്രാവാക്യം വിളിച്ച ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. അവിടെ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വിപരീതമായിരിക്കും. ഇതുവരെ കേൾക്കാത്ത മുദ്രാവാക്യങ്ങളായിരിക്കും ഈ പ്രകടനത്തിലടക്കം കേൾക്കുന്നത്. അത് പാർട്ടിയുടെ നിലപാടായി തന്നെ വരും. എന്തായാലും ആ ഒരു ബഹുജന മാർച്ചിലേക്ക് ഇനി അല്പം ദൂരം മാത്രമാണ് അസ്തിത ഉള്ളത്. ശരി, സുധാകരൻ പാർട്ടിയെ വഞ്ചിച്ചു എന്ന നിലയിലുള്ള പ്രതികരണം ഇപ്പോൾ തന്നെ അണികൾക്കിടയിലുണ്ട്. അത് താഴെ തട്ടിൽ കൂടി എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രതിഷേധ പ്രകടനങ്ങളുടെ അടക്കം ഉദ്ദേശം. അശ്വിൻ പാലാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.